ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും എങ്ങനെയാണ് ആപ്ലിക്കേഷനുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്കറിയാം കുറേ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല എന്നുണ്ടെങ്കിൽ ചില ഫ്രീ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം ആ ആപ്ലിക്കേഷന്റെ കൂടുതൽ ഫംഗ്ഷനുകൾ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് ആ ആപ്ലിക്കേഷനുകളുടെ പ്രോ വേർഷനുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പണം കൊടുത്ത ആപ്ലിക്കേഷൻ വാങ്ങേണ്ടതായിട്ട് വരും. എങ്ങനെ നമുക്ക് ഇതേപോലെ പ്ലേ സ്റ്റോറിൽ നിന്നും പണം കൊടുത്ത ആപ്ലിക്കേഷനുകൾ വാങ്ങാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം പെയ്ഡ് ആപ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പെയ്ഡ് ആപ്സിൽ 10 രൂപ മുതൽ വിലയുള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. 1000 രൂപയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ പെയ്ഡ് ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിവിടെ ഒന്നും ഏറ്റവും വില കുറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ കാണിക്കാനായിട്ട് പർച്ചേസ് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ അസിസ്റ്റന്റ് പ്രോ ഫോർ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ചെയ്യേണ്ടത്, സാധാരണ നമ്മൾ ഫ്രീ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിരിക്കും നമുക്ക് ലഭിക്കുക. എന്നാൽ പെയ്ഡ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എത്ര രൂപയാണ് ആ ആപ്ലിക്കേഷന്റെ വില, അതായിരിക്കും ഇൻസ്റ്റാൾ എന്നുള്ള ആ ബട്ടൺ ലഭിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് 10 രൂപയുടെ ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആക്സെപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ട് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് സൈൻ ഇൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ആഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, ആഡ് നെറ്റ് ബാങ്കിംഗ്, റീഡം കോഡ്, അങ്ങനെ 3 ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കും. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡെബിറ്റ് കാർഡ് വഴിയാണ് ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാർഡ് ഡീറ്റെയിൽ കൊടുക്കാനാണ് പറയുന്നത്. ഞാനിവിടെ എൻ്റെ ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സ്പയറി ഡേറ്റ് ചോദിക്കുന്നു. എക്സ്പയറി ഡേറ്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. CVC നമ്പർ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, ഏത് രാജ്യമാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സിറ്റി, അഡ്രസ്, പിൻകോഡ്, സ്റ്റേറ്റ്, അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഏറ്റവും താഴെയായിട്ട് സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് ആ കാർഡ് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്നത് ബൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കുകയാണ്. ഞാനത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് സക്സസ്ഫുൾ എന്നിവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് എവറി ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ ഇൻ പ്രോഗ്രസ്, കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് പ്രോ ഫോർ ആൻഡ്രോയിഡ് 10 രൂപ വിലയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റീഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ലഭിക്കും. സാധാരണ അൺഇൻസ്റ്റാൾ എന്നുള്ളിടത്ത് റീഫണ്ട് എന്നുള്ള ഓപ്ഷനാണ് ലഭിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കും. ഞാനിത് എന്തായാലും ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ATM കാർഡുകളും ഉപയോഗിച്ച് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഓവർസീസ് പേയ്മെന്റ് അതോറൈസേഷൻ ആക്ടിവേറ്റ് ആയിട്ടുള്ള ATM കാർഡിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതേപോലെ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ആപ്ലിക്കേഷനുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ചെന്ന് ഓവർസീസ് പേയ്മെന്റ് അതോറൈസേഷൻ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ ഇന്ന് കാണിച്ചു തന്ന രീതിയിൽ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം, ഒരു സുഹൃത്ത് യൂട്യൂബിൽ ഒരു വീഡിയോയുടെ കമന്റിൽ ചോദിച്ചിരുന്നു എങ്ങനെ പെയ്ഡ് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ കരുതുന്നു ആ സുഹൃത്ത് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.